ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഈ യാത്രയിൽ വെച്ച് രാഹുൽ ഗാന്ധി ഒരു നായക്ക് ബിസ്ക്കറ്റ് നൽകാൻ ശ്രമിക്കുന്ന വീഡിയോ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നായക്ക് നൽകാനായി എടുത്ത ബിസ്ക്കറ്റ് അടുത്ത് നിൽക്കുന്ന ഒരു പുരുഷനെ രാഹുൽ കൈമാറുന്നത് വലിയ വിവാദമായി. രാഹുൽ ഗാന്ധി നായക്കുള്ള ബിസ്ക്കറ്റ് ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ അപമാനിക്കുകയാണ് എന്നാണ് വിമർശനം. ഈ സാഹചര്യത്തിൽ വീഡിയോയുടെ വസ്തുത എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. എക്സിൽ 2024 ഫെബ്രുവരി 4 അമിത് മാളവ്യ എന്ന വ്യക്തി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പട്ടി ബിസ്ക്കറ്റ് കഴിക്കാതിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി അത് എടുത്ത് കോൺഗ്രസ് പ്രവർത്തകന് നൽകി എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പതിനാല് സെക്കൻഡാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ അരികിലുള്ള ഒരു നായക്ക് ബിസ്ക്കറ്റ് നൽകുന്നതും അതിനുശേഷം ഒരാൾക്ക് നേരെ ബിസ്ക്കറ്റ് നീട്ടുന്നതുമാണ് വീഡിയോയിലുള്ളത്. രാഹുലും പ്രവർത്തകനും തമ്മിൽ എന്തോ സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം. ക്യാമറകൾ രാഹുലിന്റെ ഈ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ഇതോടെ ഈ വീഡിയോ സംഘപരിവാർ പ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിലാകെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് യഥാർത്ഥ വസ്തുത പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയുടെ വീഡിയോയുടെ വസ്തുത എന്താണ് എന്നറിയാൻ ഞങ്ങൾ ഓൺലൈൻ ഫാക്ട് ചെക്ക് ടീം കീവേഡ് സെർച്ച് നടത്തി. ഈ പരിശോധനയിൽ വിവാദ സംഭവത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്ന വീഡിയോ സഹിതം ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ 2024 ഫെബ്രുവരി 6 വാർത്ത പ്രസിദ്ധീകരിച്ചത് കാണാനായി. രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസിന്റെ അന്നേ ദിവസത്തെ പ്രസ് കോൺഫറൻസിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധി തന്നെ ഈ കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. ആ വീഡിയോ കാണാം. What is the video that went viral? You were trying to feed a dog, and that was actually the dog owner. Amit Malia has been fact-checked also. No, what do you mean is a dog owner? I didn't understand. So you were doing a roadshow. Yes. Yes. Where one dog owner kept you with the dog. Yes. I called the dog and the owner, he came. So you tried to feed the dog with this kid. After the dog was dead, you handed it over to the dog. Oh yeah. Because वो बिल्कुल घबराया हुआ था, कांप रहा था, और मैंने जब उसको बिस्किट दिया वो डर गया, तो मैंने उसको मालिक को दिया कि भैया आप दे दो, ये आपके हाथ से खा लेगा. फिर वो मालिक ने उसको दिया, वो खा गया. तो इसमें मतलब इशू क्या है? So what the BJP have said is that the person who handed over the Malik, the dog owner, was actually a Congress. No, where is ये कांग्रेस कार्यकर्ता? वो कुत्ते को लाया मेरे पास, कुत्ता घबराया हुआ था, मैंने उसको खाने को दिया, वो कांप रहा था ऐसे. फिर मैंने कहा भैया आप खिला दो, उसने खिला दिया. मतलब ये कुत्तों से ऑब्सेशन क्या है? मतलब ये कुत्तों से ऑब्सेशन क्या है? വൈറൽ ദൃശ്യത്തിൽ രാഹുലിനൊപ്പം സംസാരിക്കുന്നതായി കാണുന്ന വ്യക്തി നായയുടെ യഥാർത്ഥ ഉടമയാണെന്നും സംഭവിച്ചത് എന്താണ് എന്നും രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. ഞാൻ ബിസ്ക്കറ്റ് നൽകാൻ ശ്രമിച്ചപ്പോൾ നായ പരിഭ്രാന്തി കാട്ടി. ഇതോടെ നായയുടെ ഉടമയ്ക്ക് ആ ബിസ്ക്കറ്റ് കൈമാറുകയും അദ്ദേഹം നൽകിയപ്പോൾ നായ അത് ഭക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത്. വീഡിയോയിൽ രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് പറയുന്നു. कुत्ते को लाया मेरे पास, कुत्ता घबराया हुआ था, मैंने उसको खाने को दिया, वो कांप रहा था ऐसे. फिर मैंने कहा भैया आप खिला दो, उसने खिला दिया. നായക്ക് നൽകുന്ന ബിസ്ക്കറ്റ് പ്രവർത്തകന് കൊടുത്ത് അപമാനിക്കുകയായിരുന്നില്ല താതെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും വ്യാജപ്രചാരണം നടത്തിയവരെ പരിഹസിക്കുന്നതും കാണാം. കൂടുതൽ പരിശോധനയിൽ നായയുടെ ഉടമ സംസാരിക്കുന്ന വീഡിയോയും ഞങ്ങൾക്ക് കണ്ടെത്താനായി. രാഹുൽ ഗാന്ധി നായക്ക് ബിസ്ക്കറ്റ് നൽകിയെന്നും ഇതിൽ താൻ സന്തോഷവാനാണെന്നും ഉടമ പറയുന്നതായി വീഡിയോയിലുണ്ട്. നായക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് നൽകി രാഹുൽ ഗാന്ധി ഒരു വ്യക്തിയെ അപമാനിക്കുകയായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ടും സംഘപരിവാർ IT സെല്ലിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തികരമായ വിധത്തിൽ വ്യാപകമായി ഈ വീഡിയോ ഇപ്പോഴും പ്രചരിപ്പിക്കുകയാണ്.